നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇൻഡിഗോ എയർലൈൻസ് അബുദാബിയിൽ പുതിയ സിറ്റി ചെക്ക് ഇൻ സൗകര്യം ആരംഭിച്ചു. വിമാനത്താവളത്തിലെ തിരക്ക് കുറക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ സേവനത്തിലൂടെ യാത്രക്കാർക്ക് 48 മണിക്കൂർ മുതൽ 4 മണിക്കൂർ മുൻപ് വരെ ബാഗേജ് കൈമാറാനും ബോർഡിംഗ് പാസ് നേടാനും കഴിയും. എയർപോർട്ടിനടുത്തുള്ള മുസഫയിലാണ് ഈ പുതിയ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ സേവനം ഉപയോഗിക്കാൻ 20 ദിർഹമാണ് നിരക്ക്. രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം. കുവൈത്തിൽ ഭിക്ഷാടനം നടത്തിയതിന് ഒരു വിദേശ ദമ്പതികളെ നാടുകടത്തും. ജോർദാൻ സ്വദേശിനി സുറയ്യ അലി ദർവിഷ് ഗബ്ര, ഭർത്താവ് റിയാദ് അക്കീഫ് ഹുസൈൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഭിക്ഷാടനം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ദമ്പതികൾക്ക് പുറമെ അവരുടെ സ്പോൺസർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിലെ ആരോഗ്യ മന്ത്രാലയം വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബാഗുകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഭാരം കൂടിയതും ഗുണനിലവാരം കുറഞ്ഞതുമായ ബാഗുകൾ കുട്ടികളുടെ നട്ടലിനും തോളലിനും വേദനയുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. ഭാരം കുറഞ്ഞതും തുണികൊണ്ട് നിർമ്മിച്ചതുമായ ബാഗുകളാണ് ഉചിതം. ബാഗിന് കട്ടിയുള്ളതും എന്നാൽ വഴക്കമുള്ളതുമായ ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. GCC രാജ്യങ്ങളിലെ എല്ലാ വീടുകളിലും സുരക്ഷിതമായ കുടിവെള്ളവും വൈദ്യുതിയും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഒരു പുതിയ കണക്ക് വ്യക്തമാക്കുന്നു. GCC രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൊതുവായ സ്റ്റാറ്റിക്കൽ സെന്ററാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഈ രാജ്യങ്ങളിൽ ഭിന്നശേഷിക്കാർക്കിടയിലെ സാക്ഷരതാ നിരക്ക് 100%. കൂടാതെ 72% പേർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. ഒമാനിലെ പ്രവാസികളുടെ റെസിഡന്റ് കാർഡ് കാലാവധി 3 വർഷത്തേക്ക് നീട്ടി റോയൽ ഒമാൻ പോലീസ് ഉത്തരവിറക്കി. പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഹസൻ മുഹസിൻ ഷെരീക്കിയാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഈ തീരുമാനം അടുത്തിടെ പ്രഖ്യാപിച്ച സിവിൽ സ്റ്റാറ്റസ് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനിലെ ഭേദഗതികളെ തുടർന്നാണ്. ഇതിലൂടെ പ്രവാസി ID കാർഡുകളുടെയും ഒമാനി വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകളുടെയും സാധുതാ കാലയളവും ഫീസുകളും പരിഷ്കരിച്ചിട്ടുണ്ട്. അനധികൃതമായി രാജ്യത്തേക്ക് തോക്കുകൾ കടത്തിയതിന് 2 സ്വദേശികളും 3 വിദേശികളും ഉൾപ്പെടെ 5 പേരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് റൈഫിളുകൾ ഉൾപ്പെടെ 100 കണക്കിന് അനധികൃത തോക്കുകൾ കണ്ടെടുത്തു. അറസ്റ്റ് ചെയ്യപ്പെട്ട 5 പേരെയും തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ആയുധക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരെ കണ്ടെത്താൻ അധികൃതർ അന്വേഷണം തുടരുകയാണ്. സൗദി അറേബ്യയിലെ ഹോട്ടലുകളിൽ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് സമയം 20 മണിക്കൂറായി നിജപ്പെടുത്തി. സൗദി ടൂറിസം മന്ത്രാലയമാണ് പുതിയ നയം നടപ്പിലാക്കിയത്. ഒരു താമസക്കാരന് പരമാവധി 20 മണിക്കൂർ ഒരു മുറി ഉപയോഗിക്കാൻ സാധിക്കും. ഉപഭോക്താവ് വൈകിയാണ് ചെക്ക് ഇൻ ചെയ്യുന്നതെങ്കിലും 20 മണിക്കൂറിനുള്ളിൽ ചെക്ക് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. സ്ഥാപനങ്ങൾക്കായിരിക്കും ചെക്ക് ഇൻ ചെക്ക് ഔട്ട് സമയം നിശ്ചയിക്കാനുള്ള അധികാരം. ഇത് ബുക്കിംഗ് രേഖകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്രീഡം സെയിൽ എന്ന പേരിൽ ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകൾക്കായി പുതിയ ഓഫറുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള ഈ ഓഫറിൽ ആഭ്യന്തര ടിക്കറ്റുകൾ 1279 രൂപ മുതലും അന്താരാഷ്ട്ര ടിക്കറ്റുകൾ 4279 രൂപ മുതലും ലഭ്യമാണ്. ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങളിലായി 50 ലക്ഷം സീറ്റുകളാണ് ഈ ഓഫറിന്റെ ഭാഗമായി ലഭ്യമാക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 10 മുതൽ 15 വരെയാണ് ഓഫർ കാലയളവ്. ഈ ടിക്കറ്റുകൾ ഉപയോഗിച്ച് ഓഗസ്റ്റ് 19 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള യാത്രകൾ ബുക്ക് ചെയ്യാം. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.